കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരമാണ്. രാവിലെ 4 മണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് നട തുറന്നു. പൊന്നുണ്ണിക്കണ്ണൻ അതാ ശ്രീലകത്ത് പുഞ്ചിരി തൂകി നിൽക്കുകയാണ്. തൻ്റെ ഭക്തന്മാരെ എല്ലാവരെയും കാണാനും അവരുടെ പരിഭവങ്ങൾ കേൾക്കുവാനും അതിനനുസരിച്ച് അവരെ അനുഗ്രഹിക്കാനും എല്ലാം കാത്തിരിക്കുകയാണ് പൊന്നുണ്ണിക്കണ്ണൻ. തിരുമുഖൻ ചന്ദനം ചാർത്തിയിരിക്കുന്നു. നെറ്റിയിൽ ഒരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട്. ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. മാറത്ത് ഒരു സ്വർണ്ണത്തിലകവും ഒരു വീതി കൂടിയ സ്വർണ്ണമാലയും ചാർത്തിയിരിക്കുന്നു. പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു ചുവന്ന പട്ട് ഞൊറിഞ്ഞുടുത്തിട്ടുണ്ട്. കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട്. പൊന്നിൻ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ തിരുമുടിമാലകളും വനമാലകളും ചാർത്തിയിരിക്കുന്നു. ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ ഭാവം എന്തൊരു ഭംഗിയാണെന്നോ! ഏതൊരു ഭക്തൻ്റെയും മനം മയക്കുന്ന രൂപമാണ് ആ പൊന്നുണ്ണിക്കണ്ണനെ കാണുന്നത്. എല്ലാ ഭക്തന്മാരും ആ നട തുറന്ന സമയത്ത് ഈ രൂപം കണ്ട് ഭഗവാന്റെ നാമങ്ങൾ ഉറക്കെ ഉറക്കെ ജപിച്ച് അതാ ഭഗവാന്റെ അടുത്തേക്ക്, ആ സോപാനപ്പടിയുടെ അടുത്തേക്ക് അതാ ഓടി ഓടി പോകുന്നു. അവരവിടെ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിച്ച് പ്രാർത്ഥിക്കുന്നു. കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണം. അതേമാതിരി ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് ആ പൊന്നുണ്ണിക്കണ്ണനുമായി കുറച്ച് നേരം കുശലം പറഞ്ഞ് ആ കണ്ണനെ ഒന്നെടുത്ത് താലോലിച്ച് ആ കണ്ണന് വേണ്ടതെല്ലാം വാരിക്കോരി കൊടുത്ത് അവസാനം ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കാം, പ്രാർത്ഥിക്കാം. നാമങ്ങൾ ഉറക്കെ ഉറക്കെ ജപിച്ചോളൂ. ആ കണ്ണൻ അതെല്ലാം കേൾക്കും. ആ കണ്ണൻ്റെ അനുഗ്രഹം നമുക്ക് എപ്പോഴും എപ്പോഴും ഉണ്ടാകുന്നതാണ്. പരമമായ സത്യം അത് ഭഗവാൻ മാത്രമേ ഉള്ളൂ. അതിലുറച്ച് വിശ്വസിച്ച് നമ്മൾ ഭഗവത് നാമങ്ങൾ, ഭഗവത് കീർത്തനങ്ങൾ ഉറക്കെ ഉറക്കെ ജപിച്ചോളൂ. ആ കണ്ണൻ നമുക്ക് എപ്പോഴും ഒരു താങ്ങായും തണലായും നമ്മളോടൊപ്പം തന്നെ ഉണ്ടാകുന്നതാണ്. നമുക്ക് വേണ്ട സമയത്തെല്ലാം വേണ്ടതെല്ലാം വാരിക്കോരി തന്ന് ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കുന്നതാണ്. ഉറച്ച വിശ്വാസത്തോടുകൂടി ഉറക്കെ ഉറക്കെ നാമം ജപിച്ചോളൂ കേട്ടോ. നാരായണ 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 നാരായണ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ. മഹർഷീശ്വരന്മാർ നമുക്ക് അരുളി ചെയ്ത് വരം തന്നതാണ് ഈ മന്ത്രങ്ങൾ. നമുക്ക് എല്ലാ ശ്രേയസ്സും ഉണ്ടാക്കി തരുന്നതാണ് ഈ മന്ത്രം, നാമത്രയ മന്ത്രം. ഉറക്കെ ഉറക്കെ എല്ലാവരും ജപിച്ചോളൂ. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ.